ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പേർക്കെല്ലാം അറിയാം, നമ്മുടെ തൃശ്ശൂരുള്ള ശക്തൻ സ്റ്റാൻഡിനെ ചേർന്ന് നിൽക്കുന്ന ആകാശപാതയാണ്. ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു സ്റ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇത് കാണാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഇതിൽ കയറണം എന്നുള്ളത്. അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ ഇതിൽ കയറുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഇന്നലെ കാണുമ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഫുള്ള് വണ്ടികൾ പോണതും പിന്നെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂരുള്ള മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റാണ്. അപ്പോൾ ഇവിടേക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റയിൽ തപ്പിപ്പിടിച്ചൊരു വീഡിയോ കണ്ടിട്ട് അത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. ഏതെടുത്താലും 10 എന്നുള്ളൊരു കട കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടുപിടിക്കാനായിട്ട് അവിടെയുള്ള സെക്യൂരിറ്റിയോടൊക്കെ ചോദിച്ചതേ ഈ കാണുന്ന വഴിയൊക്കെ ഞങ്ങൾ മുന്നോട്ട് വന്നതാണ് കേട്ടോ. അവസാനം ചോദിച്ച് ഈ ഒരു ചേച്ചി പറഞ്ഞത് ഇവിടെ അല്ലേ ചേച്ചി, ഇത് അവിടെയാണെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ പിന്നാലെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും തിരിച്ചു കഴിഞ്ഞാൽ ആകാശപാതയിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വഴി അങ്ങനെ നേരെ പോകുന്നത് കേട്ടോ. നമ്മൾ അന്വേഷിച്ച് നടന്ന ഏതെടുത്താലും 10 രൂപ എന്നിട്ടുള്ള കട. അങ്ങനെ ഈ കടയുടെ ഉള്ളിൽ കയറി ഒരുപാട് വീട്ടു സാധനങ്ങളും ഡ്രസ്സുകളും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അന്വേഷിച്ച കട ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നടന്ന് റൗണ്ട് അടിച്ച് വന്ന് അവസാനം നമ്മൾ ആ കടയിലെത്തി. അങ്ങനെ ഏതെടുത്താലും 10 രൂപ മാത്രം വിലയുള്ള ഈ ഒരു കുഞ്ഞു ഷോപ്പിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കടയുടെ മുന്നിലായിട്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നോക്കിയപ്പോൾ ഈ ഒരു കീച്ചേൻ കേട്ടോ എൻ്റെ കണ്ണിലുടക്കിയത്. പിന്നെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മാല, വള, പിന്നെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതും വെറും 10 രൂപയ്ക്ക് കേട്ടോ. ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു ഇതിൽ നിന്ന് ചേട്ടൻ എന്തെങ്കിലും ലാഭമുണ്ടോ നോക്കിയപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ ആ ചേട്ടനെ നോക്കി ചിരിച്ചു കേട്ടോ. അങ്ങനെ കച്ചവടമൊക്കെ തകൃതിയായി നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ കണ്ട ആരാ ഏത് വീട്ടമ്മയും മേടിക്കാത്തല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ വിശപ്പായി. അപ്പം നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കാനായിട്ട് നെഹദി കുഴിമന്തി ഈ ഒരു ഷോപ്പിലേക്ക് പോകണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. കുഴിമന്തി എനിക്ക് വലിയ പിടുത്തല്ല, എന്നാലും ഞാനൊന്ന് പോയി. കയറി ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. താഴത്തെ ഫ്ലോർ ഫുള്ളായിട്ട് തിരക്കായിരുന്നു. അങ്ങനെ സീറ്റ് ഉണ്ടോയെന്ന് തപ്പി നോക്കുന്നതിനിടെ ഇവിടെ സീറ്റൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി. അങ്ങനെ മുകളിൽ പോയപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അവിടെയും ഫുള്ളാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് അങ്ങനെ അവസാനം സീറ്റ് റെഡിയായി. അതിനിടെ പോയിട്ട് വാഷ്റൂമിൽ പോയിട്ട് കൈയൊക്കെ കഴുകി വരുമ്പോഴേക്കും നമ്മുടെ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ടായി. അപ്പം നമ്മൾ ഷവായ അൽഫാമായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ചിക്കനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു അൽഫാം മന്തി ആയിരുന്നു. അൽഫാം മന്തി റൈസ് അങ്ങനെ എനിക്ക് വലിയ താല്പര്യമായിട്ടില്ല. പക്ഷേ ഈ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടേസ്റ്റ് ചില ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കൂട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതൊരു പ്രത്യേക മസാല കൂട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3:15 ആയിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ. അങ്ങനെ ആ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലെത്തി. അപ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ 10 രൂപ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട കൂടെ ടാറ്റ ബൈ ബൈ, സീ യു.